ഹായ്. വാറ്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന നമ്മുടെ ക്ലയൻറ്റ്സ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് സാധാരണയായിട്ട്. വാറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ അവർ ഒരുപാട് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്തിട്ടുണ്ടാവും. ഇതിനൊക്കെ അവർ ഒരുപാട് ടാക്സ് എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം ടാക്സ് എമൗണ്ട് ഇൻപുട്ടായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് അവരുടെ ക്വസ്റ്റ്യൻ. ശരിക്കും പറ്റുന്നുള്ളതാണ്. ഫെഡറൽ ഡിഗ്രി ലോ നമ്പർ 8 ഓഫ് 2017 വാല്യൂ ആഡഡ് ടാക്സ് ആർട്ടിക്കിൾ 56 ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ടാക്സ് ഗുഡ്സിനോ അല്ലെങ്കിൽ സർവീസിനോ ആണ് എന്നുണ്ടെങ്കിൽ, അതുകൂടാതെ നിങ്ങൾ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സിന് ചെയ്തിട്ടുള്ള ടാക്സ് എമൗണ്ടും നിങ്ങൾക്ക് ഇൻപുട്ടായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടാക്സ് പീരീഡിലാണ് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുക. ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇതിൽ മെയിനായിട്ട് പറയുന്ന കണ്ടീഷന് ഈ ഗുഡ്സോ ഓർ സർവീസ് നിങ്ങൾ ടാക്സബിൾ സപ്ലയേഴ്സിന് വേണ്ടി യൂസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇനി ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇത്തരം ഇൻപുട്ട് ടാക്സുകൾ റിക്കവർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അതിലൊന്ന്, നമ്മൾ എടുത്തിട്ടുള്ള ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ ഒരു നോൺ ടാക്സബിളിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അത്തരം ഇൻപുട്ട് ടാക്സ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. മറ്റൊന്ന്, നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുന്നതിന് മുൻപ് ഡിപ്രിസിയേറ്റ് ചെയ്ത് പോയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ഇൻപുട്ട് ടാക്സ്. മറ്റൊന്ന്, ടാക്സ് രജിസ്ട്രേഷന് മുൻപായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഒരു 5 years ബാക്കിൽ നമ്മൾ എടുത്തിട്ടുള്ള സർവീസിൻ്റെ മുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഇൻപുട്ട് ടാക്സ്. ഇതൊന്നും നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ കഴിയില്ല. അല്ലാത്ത സാഹചര്യങ്ങളിൽ വരുന്ന എല്ലാ ഇൻപുട്ടും നമുക്ക് ഫസ്റ്റ് വാറ്റ് റിട്ടേൺ പീരീഡിൽ തന്നെ നമുക്ക് അത് ഇൻപുട്ടായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് വാറ്റ് ഫയലിംഗ് പീരീഡിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം.